വെക്കേഷനായിട്ട് പിള്ളേരൊക്കെ നല്ല ചൂട് പിടിച്ച കളിയിലല്ലേ. എന്നാൽ അവരിന്ന് കൂളാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 4 കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ അതന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സൺരാജ ഡെയിലിയുടെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ്. നല്ല സേമിയാണ്, നമുക്ക് ഉപ്മ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് ഇത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ജാസ് 10 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കൂടി ഉണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയ 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/2 കപ്പ് പാലിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ചൂടാറിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള ബ്ലാക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്